ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെഗറ്റീവ് തോട്ട്സ് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ചെറിയ വലിയ പ്രശ്നമാണ് നെഗറ്റീവ് തോട്ട്സ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മുടെ പ്രശ്നം എന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മൾ അനുഭവിക്കുന്ന പേടി അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആങ്സൈറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ അതെങ്ങനെയാവോ, ഇതിങ്ങനെയാവോ, അവരെന്നെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവോ, അത്തരത്തിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഡൗട്ട്സ്, ഇതൊക്കെയും നെഗറ്റീവ് തോട്ട്സാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വളരെ സ്മൂത്തായിട്ടുള്ള ജേണീനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ മോശം ചിന്താഗതിയും നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ്. അപ്പം ഇതിനെ അങ്ങ് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ കൂളായി കാമായി ജീവിക്കാൻ വേണ്ടി പറ്റൂലേ. അപ്പം നമുക്ക് സ്പിരിച്വലി അല്ലെങ്കിൽ മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദുആ. ഏത് കാര്യത്തിലും, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദുആ തന്നെയാണ്. നമ്മുടെ റബ്ബിനോട്, നമ്മുടെ രക്ഷിതാവിനോട് ഓപ്പണായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ഇത്തരം തോട്ട്സിനെ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കൊരു പേടിയാണുള്ളതെങ്കിൽ നമ്മൾ ആ പേടീനെ റബ്ബേ എനിക്ക് ഇത്തരത്തിലുള്ള പേടി ഉണ്ട് റബ്ബേ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹിദായത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ വരികയാണ്, നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ വരികയാണെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്യുക. റബ്ബേ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, നീ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ആൻസർ കാണിച്ച് തരണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹ് നടത്തിത്തരുന്ന മാത്രമല്ല, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം കൂടേ ചെയ്യുള്ളൂ അല്ലേ. നമുക്ക് ഹിദായത്ത് എന്ന് പറയുന്നത് റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് അതിനുള്ള അർഹതയുള്ളത് കൊണ്ടൊന്നല്ല അല്ലേ റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ആ ഹിദായത്തിൻ്റെ കാര്യത്തിൽ വരുന്ന സംശയം പോലും നമ്മൾ എന്താക്കുക, അള്ളാഹിനോട് പറയുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. ഡെഫിനറ്റായിട്ടും നമ്മുടെ മുന്നിൽ അതിന് പറ്റിയിട്ടുള്ളൊരു വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്ന് തന്നിരിക്കും, അത് ഷുവറാണ്. സെക്കൻഡ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഈവിൽ തോട്ട്സും വരുന്നത് ഈവിൽ നിന്നാണ്, ഡെവിൽ നിന്നാണ്, അതായത് ശൈത്താനിൽ നിന്നാണ്. നമ്മുടെ റബ്ബ് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ അല്ലേ. ഈവിൽ വിസ്പേഴ്സിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള ശൈത്താൻ്റെ സംസാരങ്ങളിൽ നിന്നും, അവൻ നമ്മളെ പ്രാപിക്കുന്നതിൽ നിന്നും എന്താക്കണം, അള്ളാഹിനോട് ശരണം തേടണമെന്ന് അള്ളാഹ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ, എന്തെങ്കിലും അകാരണമായ പേടിയോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രസീവ് തോട്ട്സോ വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താക്കുക, അള്ളാഹിനോട് ഈ ദുആക്ക് അധികരിപ്പിച്ച് ദുആ ചെയ്യാം, നന്നായിട്ട് ദുആ ചെയ്യുക. ഇനി ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അറിയാത്ത ആരുമില്ലല്ലോ. ആ ദുആ നമ്മൾ എന്താക്കുക, നന്നായിട്ട് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാണ്, അള്ളാഹിനോട് ഞാനിങ്ങനെ കാവലിന് തേടാണ് അല്ലേ, ശൈത്താനിൽ നിന്നും ഞാൻ അള്ളാഹിനോട് കാവലിന് തേടുകയാണ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫലക്ക്, നാസ്, സൂറത്തുൽ ബഖറ ഒക്കെ ഓതുക. ബഖറയൊക്കെ ഓതുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലി നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു ദിവസം തന്നെ സൂറ ബഖറ കംപ്ലീറ്റ്ലി ഓതാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓതാനൊന്നും വളരെ നീറ്റായിട്ട് അറിയാത്തവരാണെങ്കിൽ, ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരു ദിവസമൊക്കെ ബഖറൊക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യുക, ചിലപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഓതാം. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഓരോ പേജ് വെച്ച് ഓതാം, അല്ലെങ്കിൽ രാവിലെ 2 പേജ്, മഗ്‌രിബിന് ശേഷം 2 പേജ് എന്നുള്ള രീതിയിൽ ഓതാം. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ സൂട്ടബിളായിട്ട് തോന്നുന്നത്, എഫക്റ്റീവായിട്ട് തോന്നുന്നത്, കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഓതി, രണ്ടാമത്തെ ദിവസം നമുക്ക് ഓതാൻ പറ്റുന്നില്ല, മടി വരികയാണ്,
അതിനെക്കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അമലുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എത്രയാണോന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പേജ് എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് സൂറ ബഖറ കംപ്ലീറ്റ്ലി ഓതാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു റുട്ടീൻ ഇത്തരത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്താണോ കാണുന്നത് കേൾക്കുന്നത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യൽ മസ്റ്റാണ്. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ പോപ്പപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മോസ്റ്റ് ഓഫൺലി നമുക്ക് വരുന്നത് നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസാണോ കാണുന്നത് അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും റെക്കമെൻഡേഷൻസും ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ കാണാത്ത, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മളുടെ പേജസിൽ വരും അല്ലേ. അപ്പം നമ്മൾ ബോധേഡ് ആയിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഡോൺ റെക്കമെൻഡ് എന്നോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടല്ലോ. അങ്ങനെ കൊടുത്തിട്ട് ഒഴിവാക്കി വിടുക, അല്ലെങ്കിൽ അത് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയാസാണ് പറയുന്നത്. അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിത്തനകളിലൊന്നും പോയി പെടാതിരിക്കുക, ഈബത്തും നമീമത്തൊന്നും പറയുന്നത് കേൾക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാതിരിക്കുക, നമ്മൾ പറയാതിരിക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഈ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള മോശം ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതും ഏറ്റവും വലിയ നെഗറ്റീവ് തോട്ടാണ് അല്ലേ. അപ്പം നമ്മൾ പറയാതെയും കേൾക്കാതെയും നിൽക്കുമ്പോൾ തന്നെ, മറ്റുള്ളവരുടെ ലൈഫ് എന്താണ് എന്ന് അന്വേഷിക്കാതെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഈസി ആയിരിക്കും നമ്മുടെ ലൈഫ്. അത് നമുക്ക് എന്താ പറയുക, മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇന്നെന്ന് വെച്ചാൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാത്ത, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ലൈഫാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫുമായിട്ടുള്ള കമ്പാരിസൺ വരാം. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയും നമ്മുടെ ലൈഫിനെയും നമ്മുടെ മൈൻഡിനെയും വളരെ ബാഡായിട്ട്, അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ യാസ്മിൻ മുജാഹിദ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് നമ്മുടെ ഡോറിന് നോക്ക് ചെയ്യുന്നത്, മുട്ടുന്നത്, അത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ ആർക്ക് നമ്മുടെ ഡോറ് തുറന്നു കൊടുക്കണം അല്ലേ. നമ്മുടെ വീടിൻ്റെ ഡോറ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് ആർക്കാണ് അല്ലേ. നമുക്കിപ്പം കള്ളന്മാർ വന്നിട്ട് വീടിന് മുട്ടിയാൽ നമ്മൾ തുറന്നു കൊടുക്കുമോ? ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് ആരൊക്കെ എൻട്രി ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. കള്ളൻ വന്നിട്ട് മുട്ടുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ല. അതേപോലെ നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ഉള്ളിലോട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സാണ് എൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നമ്മുടെ തലയിലിട്ട് ചിന്തിക്കാതെ അത് പേപ്പറിലോട്ട് മാറ്റിയാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഈസി ആയിരിക്കും. നമ്മൾ തലയിലിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിങ്ങനെ വയേർഡായിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, എന്താ പറയുക, കുരുക്കിട്ടണൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നോട്ടിലോട്ട് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് മാറ്റിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും എളുപ്പമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പം വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ സ്ലോലി, ഗ്രാജുവലി നിങ്ങൾക്കിതിന് ചേഞ്ചസ് എന്തായാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ നല്ല നിയ്യത്തിൽ ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളിപ്പം ഇത്തരത്തിലുള്ള തോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ചോദിക്കുക, ആക്ച്വലി ഇത്തരത്തിലുള്ള തോട്ട്സിൻ്റെ ആവശ്യമുണ്ടോ, ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് വരുന്ന 90% തോട്ട്സും എന്താ പറയുക, അൺവാണ്ടഡ് ആയിരിക്കും അല്ലേ. ഒരാവശ്യമില്ലാണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പേടിക്കുന്നത്, ഒരാവശ്യമില്ലാണ്ടായിരിക്കും നമ്മളിങ്ങനെ സംശയിക്കുന്നത്, ആങ്ഷ്യസ് ആവുന്നത് അല്ലേ. അപ്പം
ശരിക്കും ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്താഗതി എനിക്ക് എന്താണ് കൊണ്ടുതരുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം ഇൻഷാ അല്ലാ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം എന്താണ്, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണ് അല്ലേ. അൾട്ടിമേറ്റ് തവക്കുൽ എന്ന് പറയുന്നത് എൻ്റെ അള്ളയാണ് എൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ അള്ളയാണ്. ഒരു ആരാ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഒരു കോട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞ് അവൻ്റെ ഉമ്മയോട് എത്രത്തോളം ഡിപ്പെൻഡഡ് ആണോ, എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണോ, അത്രത്തോളം അത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും ശരിക്കും പറഞ്ഞാൽ അള്ളാഹിൻ്റെ കാര്യത്തിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാൻ പോലും പറ്റൂല അല്ലേ. അപ്പം അത്രത്തോളം നമ്മൾ ആവശ്യക്കാരാണ് റബ്ബിനോട്. അതായത് ഒരു കുഞ്ഞ് എത്രത്തോളം അവൻ്റെ ഉമ്മേനെ ട്രസ്റ്റ് ചെയ്യും. എൻ്റെ ഉമ്മ എനിക്ക് എൻ്റെ ഉമ്മയാണ് നമ്മുടെ ലോകം മൊത്തം. എന്താണ് ആ ഒരു പ്രായത്തിൽ പാൽ കുടിക്കുന്ന കുഞ്ഞിന് എന്താണ് ലോകം മൊത്തം അവൻ്റെ ഉമ്മയാണല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം അതേപോലെ നമ്മുടെ അള്ളായിരിക്കണം. നമുക്കെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അള്ളാഹിനെ ആയിരിക്കണം. എൻ്റെ അള്ളാഹ് എനിക്ക് ഏറ്റവും നല്ലതേ തരൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇതൊന്നല്ല എൻ്റെ ലൈഫ്, എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് തരാനുണ്ട്, ഇത് തന്നതും എനിക്ക് ഹൈറിനാണെന്നൊക്കെ വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഉയരത്തിലെത്താൻ വേണ്ടി പറ്റും. അള്ളാഹിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക, അള്ളാഹിനെ തവക്കുൽ ചെയ്യുക. അള്ളാഹ് വക്കീലാണല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെയും നമുക്ക് അത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ റബ്ബിനെ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്ന് പറയും. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് ലോ ഓഫ് അട്രാക്ഷനോ കാര്യങ്ങളായിട്ടൊന്നും റിലേറ്റ് ചെയ്ത് പറയുന്നതല്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിനെ പറ്റിയിട്ടുള്ള ഒരു ആക്ഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതാണ്, അല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ച് അത് നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നും പറയുന്നതല്ല. മറിച്ച് നമ്മളിപ്പം ഖുർആൻ ഓതണം എന്ന് നമ്മൾ റിപ്പീറ്റഡ്ലി ചിന്തിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ളൊരു ചാൻസ് കിട്ടുമല്ലേ. അള്ളാഹിൻ്റെ തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലാ അതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്യണം, ഫോണിൽ സ്ക്രോൾ ചെയ്യണം, നെക്സ്റ്റ് എന്താണ് വരുന്നത് എന്നൊക്കെ അറിയണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മളെ തോട്ട്സാണ് നമ്മുടെ ആക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, അതാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഖുർആൻ ഓതലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നത് എന്തായിരിക്കും, നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഓതാൻ പോയാലായിരിക്കും. അപ്പം നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളോട് പറയുന്ന കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ എന്നോട് നെഗറ്റീവായിട്ടാണോ സംസാരിക്കുന്നത്, ഞാൻ എന്നോട് പോസിറ്റീവായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യുക. നിന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നമ്മളോട് നമ്മൾ നന്നായിട്ട് തന്നെ സംസാരിക്കണം അല്ലേ. നമ്മളോട് നമ്മളാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കേണ്ടത്. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ നമ്മളോട് നന്നായിട്ട് സംസാരിക്കുള്ളൂ. കാരണം അപ്രിസിയേഷൻ അല്ലെങ്കിൽ അഷ്വറൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം സെൽഫായിട്ട്. അതൊരിക്കലും അഹങ്കാരത്തിൻ്റെ പുറത്താവാതെയും ശ്രദ്ധിക്കണം. എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രം, എൻ്റെ അള്ളാഹിൻ്റെ തൗഫീക്ക് കൊണ്ട് മാത്രം എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, എൻ്റെ ലൈഫിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ടാകണം കേട്ടോ ഇൻഷാ അല്ലാ. ഇനി നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നത് ആൾക്കാരാണെങ്കിലോ മറ്റുള്ളവരാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് നെഗറ്റിവിറ്റി കുത്തി നിറക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി എക്സ്റ്റെൻഡഡ് മെമ്പേഴ്സൊക്കെ ആയിരിക്കാം, നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം. അപ്പം ആസ് എ മുസ്ലിം നമുക്ക് ഇവരോടൊക്കെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട ബാധ്യതയുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെൻ്റൽ പീസിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ നമ്മുടെ ദീനീപരമായിട്ടുള്ള നമ്മുടെ ലോസ് നമുക്ക് ഫോളോ ചെയ്യണം എന്ന ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്യാം. എന്നാൽ
നമ്മുടെ ഉള്ളിലോട്ട് ഇവരുടെ നെഗറ്റിവിറ്റീസ് ഒന്നും തന്നെ എടുക്കാതിരിക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവർക്ക് നമ്മളടുത്ത് നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നതിൻ്റോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ വരണം എന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് അതിനൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. നമ്മളെ സേഫാക്കി നമ്മൾ നിർത്താൻ വേണ്ടി നോക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഇമോഷണൽ റെസിലിയൻസ് വേണം. അതായത് പറയുന്നവരൊക്കെ എന്തും പറഞ്ഞോട്ടെ, എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നൊരു തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു തോട്ട് ഉണ്ടല്ലോ. മീൻസ് നമുക്ക് കറക്റ്റായിട്ട് തെറ്റും ശരിയും പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടാവും. അവർ പറയുന്നത് നമ്മൾ അംഗീകരിച്ച് നമ്മളെ തിരുത്താൻ വേണ്ടി തന്നെ ശ്രമിക്കണം. പക്ഷേ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി പറയുന്നവരുടെ ഇടയിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക. നമ്മളെ വിഷമിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ലേ. അപ്പം അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ അവർ പറയുന്നതിന് വിഷമിക്കാൻ നിന്ന് കൊടുത്താൽ നമ്മൾ അവരെ അങ്ങ് വിജയിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ തന്നെ തോൽപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു ഇമോഷണൽ റെസിലിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 90 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. നമുക്കൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് 90 സെക്കൻഡ് ബ്രീത്ത് ചെയ്യുക. അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിലോട്ട് ഒരു നെഗറ്റിവിറ്റി എത്തണം എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 സെക്കൻഡ്സാണ് എടുക്കുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഒരു 90 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ കാര്യം നമ്മൾ എഫക്റ്റ് ചെയ്യാതെ പോകും എന്നാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ കാര്യം. അപ്പം വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഇസ്തിഗ്ഫാറും സ്വലാത്തും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് തരും അല്ലേ. പാപങ്ങളൊക്കെ പൊറുക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് മാറുന്നുണ്ടാവും. അതോടൊപ്പം സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അത് പരിഹാരമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിലൊക്കെ വിശ്വസിച്ച് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യാനുള്ള തൗഫീഖ് നിങ്ങൾക്കും എനിക്കും തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.